റോയ് കൊട്ടാരച്ചിറ കൂടി ചേരുന്നുണ്ട്. റോയ്, കഴിഞ്ഞ ദിവസവും രാഹുലിന്റെ മുഖത്തുണ്ടായ അതേ പുഞ്ചിരി തന്നെ ഇന്നും രാഹുൽ ഈ SIT സംഘം തെളിവെടുപ്പിനായി തിരുവല്ലയിൽ എത്തിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ തെളിവെടുപ്പുമായി ഈ അന്വേഷണ ഘട്ടത്തിലൊന്നും യാതൊരു തരത്തിലുള്ള സഹകരണവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്നും ഈ തെളിവെടുപ്പ് എത്തിക്കുമ്പോഴും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് ഈ SITക്കുള്ളത്. തെളിവുകൾ ശേഖരിക്കുക എന്നത് SITക്ക് മുൻപുള്ള ഏറ്റവും നിർണായകമായ കാര്യം കൂടിയാണല്ലോ. രാഹുൽ പുഞ്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാപ്രകളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുമായ അന്തംകമ്മി അടിമകളെ സംബന്ധിച്ചിടത്തോളം ആ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങളെ നെഞ്ച് പൊട്ടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാഹുൽ പുഞ്ചിരിക്കും. എന്താ കാര്യം ഈ അറസ്റ്റ് ഉണ്ടായതും ഈ കൊണ്ടു നടക്കലും ഈ പറയുന്ന ഏർപ്പാടുകൾ അത്രയും അത് രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണ് എന്നുള്ളത് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ രാഹുലിന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. അയാൾ അറസ്റ്റിലാണെങ്കിലും പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും റിമാൻഡിലാണെങ്കിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മവിശ്വാസം അയാൾക്ക് എവിടെ നിന്നോ പകർന്നു കിട്ടിയിട്ടുണ്ട്. അയാൾ ജനങ്ങൾ ഈ അറസ്റ്റോടുകൂടി അയാൾക്ക് നൽകുന്ന ഒരു സ്വീകാര്യതയും അക്സെപ്റ്റൻസും അത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ മുഖത്ത് ഈ പുഞ്ചിരി ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് നേട്ടങ്ങൾ മാത്രമാണ് എന്ന് മാത്രമല്ല, രാഹുലിൻ്റെ ഒരു രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ ഈ അറസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ചിരിക്കുക മാത്രമല്ല, പുഞ്ചിരിക്കുക മാത്രമല്ല വേണ്ടത്. ശരിക്കും അയാളൊരു പബ്ലിക് ഫിഗർ ആയിരുന്നില്ലെങ്കിൽ അയാളൊന്ന് ആർത്ത് അട്ടഹസിച്ച് ചിരിച്ചേനെ എന്നുള്ളതാണ്. പക്ഷേ അത് അയാളൊരു പുഞ്ചിരിയിൽ ഒതുക്കുന്നു എന്നുള്ളതാ. ആ പുഞ്ചിരിയിൽ എല്ലാമുണ്ട്, എല്ലാത്തിനുമുള്ള മറുപടികൾ ആ പുഞ്ചിരിയിലുണ്ട് എന്നുള്ളതാ. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഈ പറയുന്ന ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ ഒരർത്ഥത്തിലും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? മാപ്രകൾ പറയുന്നത്. പക്ഷേ കോടതിയിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അടക്കം നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. പൊട്ടൻഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ലൈംഗിക ശേഷി പരിശോധിക്കുന്ന ടെസ്റ്റാണ്. ആ ശേഷി പരിശോധിക്കുന്ന ടെസ്റ്റ് രാഹുലിൻ്റെ സഹകരണമില്ലാതെ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പക്ഷേ ഇവർ പറയുന്നതോ രാഹുൽ ഒരർത്ഥത്തിലും സഹകരിക്കുന്നില്ല. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് എന്നറിയാമോ? കാരണം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ കിട്ടിയിട്ടും കൊണ്ടു നടന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കേസിനെ നിലനിർത്താൻ വേണ്ട, അല്ലെങ്കിൽ കേസ് നിലനിൽക്കാൻ വേണ്ട മെറ്റീരിയൽ എവിഡൻസുകളെ കണ്ടെത്താൻ ആർക്കും ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കേസിന് വേണ്ടത്, ഇതിപ്പോൾ ഒരു അറസ്റ്റ് നടന്നു, ശരിയാണ്, ഇതിന് വേണ്ടത് മെറ്റീരിയൽ എവിഡൻസുകളാണ്. കോടതിയിൽ അതാണ് പ്രാധാന്യം. അല്ലാതെ കോടതിയിൽ തലക്കെട്ടുകൾക്കല്ല പ്രാധാന്യമുള്ളത്, വാർത്താ ചാനലുകൾ നൽകുന്ന തലക്കെട്ടുകൾക്കല്ല പ്രാധാന്യമുള്ളത്. ആ കോടതിക്ക് വേണ്ടത് എന്താണ്? മെറ്റീരിയൽ എവിഡൻസുകളാണ്. ആ മെറ്റീരിയൽ എവിഡൻസുകൾ ഒന്നും ലഭിക്കാതെ വരുമ്പോൾ ആണ് ഈ പറയുന്ന രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് കോടതിക്ക് മുന്നിൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളതും. അപ്പോൾ സഹകരിക്കുന്നില്ല എന്ന് കോടതിയോട് പറയാൻ പറ്റില്ല, മാധ്യമങ്ങളോട് വേണമെങ്കിൽ പോലീസുകാർക്ക് പറയാം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറയാം സഹകരിക്കുന്നില്ല എന്ന്. കോടതിയോട് പറഞ്ഞാൽ കോടതി തിരിച്ച് പല ചോദ്യങ്ങളും ചോദിക്കും. ഇനി കോടതി ചോദിച്ചില്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ തിരിച്ചു ചോദിക്കും, ഈ പറയുന്ന സഹകരിക്കാത്ത വ്യക്തിയുടെ ഈ ലൈംഗിക ശേഷി എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തത്, പരിശോധിച്ചത് എന്നുള്ള ചോദ്യം കോടതിയിൽ. കാരണം ലൈംഗിക ശേഷി പരിശോധിക്കണമെങ്കിൽ അതിനൊരു പൂർണ്ണ സമ്മതം ഉറപ്പായിട്ടും ആവശ്യമുണ്ടല്ലോ. അതല്ലാതെ നമ്മുടെ മുഖത്തിരിക്കുന്ന കണ്ണിൻ്റെ കാഴ്ചയല്ലല്ലോ പരിശോധിക്കുന്നത്, ലൈംഗിക അവയവത്തിൻ്റെ ശേഷിയാണല്ലോ പരിശോധിക്കുന്നത്. അത് പരിശോധിക്കാൻ
അയാളുടെ സമ്മതവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഹകരിക്കുന്നില്ല എന്നുള്ള തലക്കെട്ടുകൾ ഊമ്പുലേ എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് സഹകരിക്കുന്നില്ല, അയാളുടെ മുഖത്ത് പുഞ്ചിരി, ഇന്നലെ കണ്ട പുഞ്ചിരി, അയാൾ അറസ്റ്റിന് ശേഷം ഒരു ദിവസം പോലും അയാളുടെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളും ഉണ്ടായിട്ടില്ല. അയാൾ വളരെ പുഞ്ചിരിച്ച് ഹാപ്പിയായി. അയാൾ ഹാപ്പിയാണ്. അയാളുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. ഈ അറസ്റ്റ് ചെയ്തതിനുള്ള എല്ലാ ദിവസവും അയാൾ സന്തോഷവാനാണ്. എവിടെ നിന്നാ ഈ സന്തോഷം ലഭിക്കുന്നത്? എവിടെ നിന്ന് ഇങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയുന്നു? കാരണം നമ്മൾ ഒരാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു നാച്ചുറലായിട്ട് വരുന്ന ഒരു പുഞ്ചിരി, അതെല്ലാം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പുഞ്ചിരിക്കുന്നതും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരാളുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പം രാഹുലിൻ്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നാച്ചുറലായിട്ട് അയാൾ അതിൽ യാതൊരുവിധ നാടകങ്ങളോ അഭിനയങ്ങളോ അല്ലെങ്കിൽ കളങ്കമോ ഇല്ലാത്ത ചിരിയായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ അയാൾക്ക് ഇത്ര ആത്മാർത്ഥമായിട്ട് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്ന ഒരവസ്ഥയില്ലാതെ വളരെ കൂളായിട്ട് പുഞ്ചിരിച്ച് വളരെ കാമായിട്ട് ഈ അറസ്റ്റിനെ പോലും നേരിടാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ കേസ് ഈ അറസ്റ്റും അയാൾക്ക് വലിയ ഊർജമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ് ബോധ്യം? ഈ കേസും ഒന്നാമത്തെയും രണ്ടാമത്തെയും പരാതി പോലെ അത് രണ്ടും കോടതിയിൽ മൂഞ്ചിയതുപോലെ മൂന്നാമത്തെ പരാതിയും കോടതിയിൽ മൂഞ്ചുമെന്നുള്ള അയാളുടെ വലിയ വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് അയാളുടെ മുഖത്ത് ഇങ്ങനെ പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പുഞ്ചിരി കാണുമ്പോൾ അടിമകളുടെ ചങ്കൊന്ന് പിടയും, ചങ്ക് പൊട്ടും. കാരണം എന്താ? ആഗ്രഹിച്ചത് ആ പുഞ്ചിരിയല്ല, ആഗ്രഹിച്ചത് വല്ലാത്തൊരു മ്ലാനതയാണ് ഇവർ കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ രാഹുലിൻ്റെ മുഖത്ത് ആ ദുഃഖമോ ആ സങ്കടമോ ആ മ്ലാനതയോ കാണാൻ കഴിയുന്നില്ല. അയാൾ വളരെ ഹാപ്പി കൂൾ മാൻ ആയിട്ട് ഇപ്പോഴും അയാൾ ഇങ്ങനെ അവരുടെ കൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് കാണുമ്പോൾ മാപ്രകൾക്ക് ഒരു ഭാഗത്ത് നിന്ന് കുരുപൊട്ടുക. ഇന്നലെയും പുഞ്ചിരിച്ചു, ഇന്നും പുഞ്ചിരിച്ചു, വാർത്തയാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ഗതികേടിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇവർ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും മാപ്രകൾക്ക് അതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ല, അത് മനസ്സിലായിട്ട് തന്നെ മനഃപൂർവ്വം അത് പുറത്തു പറയാതിരിക്കുന്നതാ. എന്താണ് ആ കാര്യമെന്ന് പറയുന്നത്? അത് രാഹുലിൻ്റെ ജനപ്രീതി അത് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. രാഹുലിന് മുമ്പുണ്ടായിരിക്കുന്ന ഒരു സ്റ്റാർഡമല്ല, ഒരു താരപരിവേശമല്ല ഇപ്പോഴുള്ളത്. ഇതിപ്പോൾ ആ താരപരിവേശവും ആ സ്വീകാര്യതയും ആ ജനപ്രീതിയും 10 മടങ്ങ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാ. ഇതൊന്നും മാപ്രകൾക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ സഖാക്കൾക്ക് അറിയാഞ്ഞിട്ടോ മനസ്സിലാകാഞ്ഞിട്ടോ അല്ല, അത് പുറത്ത് പറയാൻ കഴിയില്ല. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമെന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ വേട്ട നടത്തിയത് ആ വേട്ടയുടെ പ്രൈം ഒബ്ജക്റ്റിനെ തന്നെ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹം അവർക്ക് സാധിച്ചില്ല, നടത്തിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് അത് പുറത്ത് പറയാൻ പറ്റില്ല, അതാരും പറയില്ല, മാപ്രകളും പറയില്ല. കാരണം എന്താ? രാഹുൽ വീണ് കാണണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായത് കേരളത്തിലെ മാപ്രകളാണ്. അവർക്ക് പിന്നെ അത് പറയാൻ പറ്റുമോ? അയാളുടെ ജനപ്രീതി വർദ്ധിച്ചു, അയാൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു, അയാൾക്ക് വേണ്ടി സ്ത്രീ സമൂഹങ്ങൾ രംഗത്തെത്തുന്നു എന്നൊന്നും ഇവർക്കിത് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ അയാളുടെ മുഖത്ത് പുഞ്ചിരി, ഇന്നലെയും പുഞ്ചിരി, ഇന്നും പുഞ്ചിരി. എന്താ, നിങ്ങളുടെ ചെലവിലാണോ അയാൾ പുഞ്ചിരിക്കുന്നത്? അയാൾക്ക് സന്തോഷിക്കാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും സമ്മതം വേണോ? അറസ്റ്റിൽ പോലും കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ റിമാൻഡിലുള്ള ഒരു വ്യക്തി പോലും ഇത്ര കൂൾ കാമായിട്ട് അയാൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള അയാളുടെ ബോധ്യമാണ്. ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം, ആ ബോധ്യം തന്നെയാണ് അയാളുടെ ഈ പുഞ്ചിരിക്ക് പിന്നിലുള്ളത്. പിന്നെ ഇവിടെ അടുത്തൊരു പ്രശ്നമുള്ളത് ധാർമ്മികതയാണ്.
ഈ ധാർമ്മികത പറയുമ്പോൾ അതിൽ കുറ്റക്കാരനാണെങ്കിൽ രാഹുൽ മാത്രമല്ല കുറ്റക്കാരനാകുന്നത്. ആ ധാർമ്മികതയുടെ മാനദണ്ഡത്തിൽ കുറ്റക്കാരനാവുകയാണെങ്കിൽ അവിടെ പരാതിക്കാര് ആരൊക്കെയാണെങ്കിലും അവരും പ്രതികളാണ്, കുറ്റക്കാരാണ്. പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ധാർമ്മികത, ലോജിക്ക്, മൊറാലിറ്റി, എത്തിക്സ്, എത്തിക്കൽ വാല്യൂസ്, റിലേഷൻഷിപ്പ് വാല്യൂസ് എന്നൊക്കെ ഉള്ളതാണെങ്കിൽ അവിടെ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ആ കുറ്റക്കാരുടെ കൂട്ടത്തിൽ രാഹുലിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് ചെരുപ്പ് വാങ്ങിക്കൊടുത്തവരും ഷഡ്ഡി വാങ്ങിക്കൊടുത്തവരും 2 BHK ഫ്ലാറ്റ് വേണോ 3 BHK ഫ്ലാറ്റ് വേണോ എന്നൊക്കെ ചർച്ച നടത്തിയവരും തന്നെയാണ് അതിൽ പ്രതികൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇതൊന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ നിയമമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ രാഹുൽ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അയാൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുന്നു. കാരണം കോടതിയിലെത്തുമ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ കുറ്റക്കാരനാക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. പിന്നെ അയാൾക്ക് നല്ല ബോധ്യമുണ്ട്, അറസ്റ്റും ഈ പറയുന്ന റിമാൻഡും കസ്റ്റഡിയും കൊണ്ടുപോകലും കൊണ്ടു നടക്കലും ഒക്കെ അതൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ മറ്റൊരു വശമാണ് എന്നുള്ളത് അയാൾക്കറിയാം. അപ്പോൾ അയാൾക്ക് ആ ബോധ്യമുള്ളത് കൊണ്ട് ഒരു നാൾ തനിക്ക് ഒരു ദിവസം വരുമെന്നും തനിക്കൊരു തിരിച്ചുവരവുണ്ടെന്നും അന്ന് ഇതിനൊക്കെ എണ്ണി പകരം ചോദിക്കും എന്നുള്ള അയാളുടെ ആ ആത്മധൈര്യം തന്നെയാണ് അയാളുടെ മുഖത്ത് നമ്മൾ കാണുന്ന പുഞ്ചിരി അയാൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിലൊന്നും ആരും കുരുപൊട്ടിയിട്ടും കാര്യമില്ല. അതൊന്നും വലിയ വേദനകൾ ആർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സഹിച്ചോളി എന്ന് മാത്രമേ അവരോടൊക്കെ പറയാനുള്ളൂ. രാഹുൽ ഇനിയും പുഞ്ചിരിക്കും. അയാളുടെ ഒരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് മക്കളെ നിങ്ങളുടെയൊക്കെ അന്ത്യം കുറിക്കുവാനുള്ള തിരിച്ചുവരവായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.